ഗോപിയുടെ വിവാഹം കഴിഞ്ഞിട്ടും എന്റെ മോൾക്കൊരു സ്വൈര്യവുമില്ല. എനിക്കൊരു സ്വൈരക്കേടുമില്ല. അച്ഛാ, അനിലമ്മാവന്റെ കത്തുണ്ട്, അച്ഛന്റെ പേർക്കാണ്. ആ, പൊട്ടിച്ച് വായിക്കൂ. അതെന്താണ്? ഗോപിയുടെ പേർക്ക് വെച്ച പാർസലാണ്. എനിക്ക് 2 സാരി. പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ, ആച്ചി, ഗോപി, നേരിൽ പരിചയമില്ലാത്ത സുലോചന എന്നിവർക്ക് അനിൽ സ്നേഹപൂർവ്വം അയക്കുന്ന കത്ത്. ആദ്യമായി ശ്രീനിയേട്ടന്റെ വിവരം അന്വേഷിക്കട്ടെ. നട്ടെല്ലിനുള്ള പ്ലാസ്റ്റർ എടുക്കാറായോ? പൂനെയിൽ പോയി കാല് മാറ്റിവെക്കുന്നതിനെ പറ്റി വല്ലതും അന്വേഷിച്ചോ? ഇപ്പോൾ ആരോഗ്യനില ഭേദപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഗോപിയുടെ വിവാഹം കഴിഞ്ഞ വിവരത്തിനുള്ള കത്ത് കിട്ടി. വധുവരന്മാർക്ക് അമ്മാവന്റെ ആശംസകൾ. ഗോപിയുടെ പേരിൽ ഒരു പാർസൽ കൂടി അയക്കുന്നു. 2 സാരികളാണ്. ഒന്ന് സുലോചനയ്ക്ക്, ഒന്ന് ആച്ചിക്ക്. ആച്ചി എന്തു പറയുന്നു? ഇതുവരെ ശ്രീനിയേട്ടനെ ശുശ്രൂഷിക്കാൻ ആളില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നല്ലോ. ഇനിയും അത് പറയാൻ പറ്റുമോ? ആച്ചിയുടെ വിവാഹത്തിന് നല്ലൊരു സമ്മാനം അയച്ചു തരുന്നുണ്ട്. ഇഷ്ടമുള്ളത് എടുത്തോളൂ. ആ, വായിക്കടാ. എനിക്ക് സുഖം തന്നെ. മിക്കവാറും 7 വർഷം പൂർത്തിയാക്കിയേ വരൂ. അനിൽ ഇങ്ങ് വന്നിരുന്നെങ്കിൽ. കുറെ നേരമായി ഞാൻ കാത്തിരിക്കുന്നു. എനിക്ക് നല്ല വിശപ്പ്. നിങ്ങൾ വരാതെ കഴിക്കുന്നത് എങ്ങനെയാ? ഒറ്റയ്ക്കിരുന്ന് ചോറ് ഇറങ്ങില്ലേ? വീട്ടിലുള്ളവരെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അമ്മയുള്ളപ്പോഴേ പതിവാണ്. എന്റെ വീട്ടിൽ ഈ പതിവില്ല. എനിക്കിത് ഇഷ്ടവുമല്ല. സുലോചനെ, പല ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നതാണ്. ഭക്ഷണം കഴിക്കുന്നെങ്കിൽ കഴിക്കണം. അല്ലെങ്കിൽ ഞാൻ നിന്നിട്ട് പോയ ശേഷം ആച്ചി വിളിച്ച് വാരിത്തരാൻ പറയൂ. ഗോപി എന്താ ആഹാരം കഴിക്കാത്തത്? കഴിക്കൂ ഗോപി. തെറ്റെന്റേതാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കൂടെ ഇരിക്കരുതായിരുന്നു. കഴിക്കൂ ഗോപി. സുലോചനയ്ക്ക് എരിശ്ശേരി കുറച്ചുകൂടെ ഇടട്ടെ? ഭക്ഷണം കഴിക്കൂ ഗോപി. സുലോചനെ, മോളെ സുലോചനെ, ഇന്ന് അവധിയാണോ? സെക്കൻഡ് സാറ്റർഡേ ആണ്. ഇതങ്ങ് കളഞ്ഞേക്ക്. ആച്ചി, അച്ഛൻ വിളിക്കുന്നു. എന്താ അച്ഛാ? എന്താണ്? മാലതി, നീ ഭാഗ്യവതിയാണ്. അച്ഛൻ എന്തിനാ സങ്കടപ്പെടുന്നത്? എന്റെ കണക്കൂട്ടലുകൾ തെറ്റിമോളെ. സുലോചന മൂത്രം എടുത്തു കളയാൻ മടിച്ചു അല്ലേ? അച്ഛനെ ശുശ്രൂഷിക്കാൻ ഞാനുണ്ട്, അച്ഛന്റെ മോളുണ്ട്. സുലോചന അച്ഛന്റെ മൂത്രം എടുത്തു കളയാൻ വയ്യെന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല. അതിനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. സുലോചനയുടെ ശുപാർശ കൂടാതെ തന്നെ
അച്ഛന്റെ കാര്യങ്ങൾ ഞാൻ നോക്കും. ഇതുവരെ നോക്കി. അതെന്റെ കടമയാണ്. അച്ഛനെന്നല്ല, അവശരായ ഏത് മനുഷ്യരുടെയും മലവും മൂത്രവും എടുക്കാൻ എനിക്ക് അറപ്പും വെറുപ്പുമില്ല. അതുകൊണ്ട് പറയുകയല്ല, സുലോചന കടമ മറക്കരുത്. തോട്ടിപ്പണി എന്നെ കൊണ്ട് സാധ്യമല്ല. നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കാൻ പറയുകയാണ്. മലവും മൂത്രം എടുക്കാനും വീട് വൃത്തിയാക്കാനുമാണ് ജോലിക്കാര്. ആച്ചി ജോലിക്കാരിയല്ല, എന്റെ പെങ്ങളാണ്. ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. മര്യാദയ്ക്ക് സംസാരിക്കും. മോൾ എങ്ങോട്ടാണ്? വീട്ടിൽ വരെ. ഗോപി വരുന്നില്ലേ? വരുന്നില്ലെന്ന് പറഞ്ഞു. അവൻ കൂടെ വന്നിട്ട് മോള് പോയാ മതി. ഗോപി, ആച്ചി ഗോപി ഇങ്ങ് വിളിക്ക്. അങ്ങോട്ട് ഒന്ന് വിളിക്കാൻ. അച്ഛൻ, ഞാനിവിടെ നിന്നോളാം, കുഴപ്പമില്ല. ഗോപി, സുലോചന തനിച്ചാണോടാ വീട്ടിൽ പോകുന്നത്? നീ ഇവിടെ പോ. എന്തോന്നാണ് ആലോചിച്ചു നിൽക്കുന്നത്? പോകാനല്ലേ പറഞ്ഞത്? അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? ഗോപിയും വരുന്നുണ്ട്, അവളോട് പറയൂ. ആച്ചിയെ കല്യാണം കഴിപ്പിച്ചയക്കാതെ എന്റെ മനസ്സിന് ഒരു സുഖവും ഉണ്ടാവില്ല കുര്യച്ച. അത് പിന്നെ അങ്ങനല്ലേ? അച്ഛൻ ഒരിക്കൽ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. ഇനി എന്നെ നിർബന്ധിക്കരുത്. അച്ഛനെ ഈ നിലയിലിട്ടിട്ട് ഞാനൊരു ഭർത്താവിന്റെ കൂടെ പോയില്ല. പെൺകുഞ്ഞ് പറയുന്നതിലും കാര്യമുണ്ട്. അവള് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്നാ മോളെ, നീ കല്യാണം കഴിച്ചു പോയാലേ സുലോചനയ്ക്ക് ചുമതലാബോധം വരൂ. നീ ഉള്ളതുകൊണ്ടാണ് അവൾക്ക് എന്റെ കാര്യം നോക്കാൻ അറപ്പും വെറുപ്പും. ആരുമില്ലാതെ വന്നാൽ അവൾക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവളുടെ ഭർത്താവിന്റെ മലവും മൂത്രവും എടുക്കേണ്ടി വരും. ഈ പറയുന്നതിലും കാര്യമുണ്ട്. അതുകൊണ്ട് കുര്യച്ചൻ ഇവളുടെ ചുമതലയേൽക്കണം. ഇവളെ സ്നേഹിക്കുന്നവനായിരിക്കണം. ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിലും വേണം. സ്ഥാനമാനോ പരീക്ഷ ഒന്നും വേണമെങ്കിൽ ഞാനൊരു പയ്യനെ കൊണ്ടുവരാം. ഈ കൊച്ചിനെ അയാൾ കണ്ടിട്ടുണ്ട്. അയാൾ തന്നെ എന്നോട് ആലോചിച്ചതാ. ശ്രീനിവാസ സാറിന്റെ നിലയും വിലയും വെച്ച് ഞാൻ ആലോചിക്കാതിരുന്നതാണ്. ആളെങ്ങനെ? സ്നേഹമുള്ളവനാ, കാണാനും ഭേദം. പക്ഷെ കുടുംബസ്ഥിതി മോശം. ഒരു ടാക്സി ഡ്രൈവറാ. നീ എന്ത് പറയുന്നു മോളെ? അച്ഛൻ എന്നെ വിവാഹം കഴിപ്പിച്ചയക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ആരെ നിശ്ചയിച്ചാലും എനിക്ക് സമ്മതമാണ്. കൊച്ചനോടൊന്ന് വരാൻ പറയൂ. ആ, പല്ല് തേച്ചില്ലേ? കാപ്പിക്ക് തന്നേക്കൂ. പുതിയ ശീലങ്ങളൊക്കെയായി. സുലോചനയെ വിളിക്കാൻ പോകുന്നില്ലേ? തനിച്ചല്ലേ പോയത്? തനിച്ചിങ്ങ് വരും. നിസ്സാര കാര്യത്തിന് വാശി കൊള്ളരുത് ഗോപി. രാവിലെ തന്നെ പോയി സുലോചനെ വിളിച്ചോണ്ട് വരണം. അച്ഛൻ പറഞ്ഞതുകൊണ്ടുകൂടി പറയുകയാണ്. ആ, ഇന്ന് വരുമെന്നറിയട്ടെ. അറിയാനൊന്നുമില്ല. ഇന്നെന്നെ പെണ്ണ് കാണാൻ ഒരാള് വരുന്നുണ്ട്. അവര് വരുമ്പോൾ ഗോപിയും സുലോചനയും കൂടി ഇവിടെ ഉണ്ടാവണം. ആച്ചി, എന്താ പേര്? കുമാരൻ. ടാക്സി സ്വന്തമാണോ? അല്ല, സ്വന്തമായിട്ടൊരു ടാക്സി ഉണ്ടാകും. ശ്രീധനം വാങ്ങി എനിക്കൊരു ടാക്സി വാങ്ങണ്ട. ഞാൻ ജോലി ചെയ്ത വകയിൽ കുറെ രൂപയുണ്ട്. ഒരു ബാങ്ക് ലോണിന് അപേക്ഷിച്ചിരിക്കുകയാണ്. ആ, അത് കിട്ടിയാൽ ഉടൻ ടാക്സി വാങ്ങും. ആ, ഇതാണ് എന്റെ മകൾ. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റാൻഡിൽ കൂടെയാണ് അമ്പലത്തിൽ പോകാറുള്ളത്. കുമാരൻ. മോളെ, കാപ്പി റെഡി ആയിട്ടുണ്ടോ? ഉണ്ട്. ആ, എടുത്തു വയ്ക്ക്. എനിക്കിഷ്ടമായതുകൊണ്ടാണ് ആലോചിച്ചത്. എന്നെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയണം. കുര്യച്ചൻ എന്നെ പറ്റിയെല്ലാം പറഞ്ഞു കാണുമല്ലോ.
എന്നെപ്പറ്റി ശരിക്കും അറിഞ്ഞിട്ട് തീരുമാനിക്കണം. മുൻപൊരു വിവാഹം ഉറപ്പിച്ചത് മുടങ്ങിപ്പോയതാണ്. എനിക്കറിയാം, കരിങ്കൽ തൊഴിലാളികളായ ഗോവിന്ദന്റെയും ഭവാനിയുടെയും മകളാണ് ആച്ചിയെന്നും ശ്രീനിവാസൻ സാറും ഭാര്യയും സ്വന്തം മകളെപ്പോലെ വളർത്തിയതാണെന്നും എനിക്കറിയാം. ഇത്രയും അറിഞ്ഞുകൊണ്ട് ആലോചിച്ച സ്ഥിതിക്ക് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. കുരിയച്ചോ, കാപ്പ് കുടിക്കാൻ വാ.